ഇത്തവണ കേരളത്തിൽ എൻ.ഡി.എ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 2016 MLA-യും 2024 MP-യും ഉണ്ടായതുപോലെ 2026 മുഖ്യമന്ത്രി ഉണ്ടാകും. വികസനം യാഥാർത്ഥ്യമാക്കാൻ ഇടത് വലത് മുന്നണികൾക്ക് ആകില്ല. LDF-ഉം UDF-ഉം ഒന്നാണ് എന്നതിന് ശബരിമല സ്വർണ്ണക്കൊള്ള തെളിവാണെന്നും കാട്ടാക്കടയിലെ പ്രചാരണ യോഗത്തിൽ അമിത്ഷാ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി വിനീഷ് ചേരുകയാണ്. വിനീഷ്, അതിനിശ്ചിതമായ ഭാഷയിലാണ് ഇടത് വലത് മുന്നണികളെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വിമർശിച്ചത്. ഒപ്പം കേരളത്തിലെ പുതിയ മാറ്റത്തെക്കുറിച്ച് കൃത്യമായ ദിശാസൂചന തന്നെയാണ് അദ്ദേഹം നൽകിയത്. പ്രധാനമായും അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിച്ചത്? തീർച്ചയായിട്ടും സുരേഷ്, ഇടതു വലതു മുന്നണികളെ കടന്നാട്ടത്തിൽ തന്നെയായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ. അത് കാട്ടാക്കടയെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വാക്കുകൾ തന്നെയാണ്. കേരളത്തിലാകമനം BJP-യുടെ വളർച്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത്. അതിലുടനീളം ഇടതുപക്ഷവും വലതുപക്ഷവും സംസ്ഥാനത്ത് നടത്തുന്ന അഴിമതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ശബരിമലയിൽ നടന്ന അഴിമതി തന്നെയാണ്. ഈ ശബരിമല കൊള്ളയിൽ ഏറ്റവും ഇടപെട്ടത് CPM-ഉം കോൺഗ്രസും തന്നെയാണ്. ഈ CPM-ഉം കോൺഗ്രസും തന്നെയാണ് ഇപ്പോൾ നിലവിൽ ജനങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ശബരിമലയിൽ കൊള്ള നടത്തിയവർക്കെതിരെ കൃത്യമായ നടപടി BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ ഉണ്ടാകും. അത് 2 മാസത്തിനുള്ളിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ 2 മാസത്തിനുള്ളിൽ ശബരിമലയിൽ കൊള്ള നടത്തിയവർക്കെതിരെ, ശബരിമലയിൽ അഴിമതി നടത്തിയവരെ ജയിലിലാക്കും, തുറങ്കലിലടയ്ക്കും എന്ന വാഗ്ദാനം തന്നെയാണ് ജനങ്ങൾക്ക് അമിത്ഷാ നൽകിയിരിക്കുന്നത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ ഓരോ വികസന പദ്ധതികൾ, പ്രത്യേകിച്ച് നേരത്തെ BJP മുന്നിൽ കാണിച്ച സംസ്ഥാനത്ത് ഏത് തരത്തിലുള്ള വികസന പദ്ധതികൾ ആവശ്യമാണ്, അത് BJP-യുടെ ഒരു ലക്ഷ്യം എന്താണ്, BJP-യുടെ അടിസ്ഥാനപരമായ ഒരു പ്രവർത്തന ശൈലി, സംസ്ഥാനത്ത് സർക്കാർ ഉണ്ടായാൽ ഏത് തരത്തിലാകും, ഏതൊക്കെ മേഖലയിലാണ് സംസ്ഥാനത്ത് വികസനം വരേണ്ടത്, ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടുള്ള പ്രസംഗത്തിലുടനീളം അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. പ്രത്യേകിച്ച് BJP-യുടെ പ്രകടന പത്രിക ഉയർത്തി കാണിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വികസന രേഖ എന്ന തരത്തിലുള്ള ഒരു പ്രസംഗം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സംസ്ഥാനത്തെ വർഗീയ ശക്തികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വർഗീയതയെ വളർത്താനായി ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നു. ഒപ്പം തന്നെ PFI അടക്കമുള്ള സംഘടനകൾക്ക് ഊട്ട് നൽകുന്നത്, അല്ലെങ്കിൽ ചോറൂണ് നൽകുന്നതിൽ, അല്ലെങ്കിൽ അവരെ വളർത്തുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ഈ വർഗീയ സംഘടനകൾ കുടപിടിക്കുന്നതാകട്ടെ ഇരുവരുമാണ്. ഇവർ പലപ്പോഴും സമൂഹത്തിൽ പറയുന്നതാകട്ടെ ഇവർ വർഗീയതയ്ക്കെതിരാണ് എന്ന് പറയുമ്പോഴും PFI-യെ കേന്ദ്രം നിരോധിച്ച സമയത്ത് PFI-ക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കിയതും PFI-യെ നിരോധിച്ചതിനെതിരെ കരഞ്ഞവരുമാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും എന്നാണ് അമിത്ഷാ വിമർശിക്കുന്നത്. എന്തായിരുന്നാലും വരുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ BJP-ക്ക് അതിയായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് തന്നെയാണ് അമിത്ഷാ ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് അദ്ദേഹം 2016-ലെയും 2021-ലെയും ഏറ്റവും അവസാനം സംസ്ഥാനത്ത് മേയർ തെരഞ്ഞെടുപ്പടക്കം, അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് മേയർ സ്ഥാനം കിട്ടിയതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു BJP-യുടെ സംസ്ഥാനത്തെ വികസനങ്ങൾ അദ്ദേഹം വിലയിരുത്തിയത്. അല്ലെങ്കിൽ വികസനങ്ങൾ, ഒപ്പം തന്നെ BJP-യുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി BJP വിജയിച്ച് കയറിയതും അദ്ദേഹം വിലയിരുത്തിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും വലിയ രാഷ്ട്രീയ ചലനങ്ങൾക്ക് തന്നെയാണ് ഇപ്പോൾ ആക്കം കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി എത്തുന്നു, തുടർന്ന് രാജ്യത്തെ തന്നെ രാഷ്ട്രീയ ചാണക്യൻ തലസ്ഥാനത്തേക്ക് എത്തുന്നു, കാട്ടാക്കടയിലേക്ക് എത്തുന്നു. കാട്ടാക്കടയെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് ഏറ്റവും നിർണായകമായ ഒരു മണ്ണാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളക്കൂറുള്ള മണ്ണായി കാട്ടാക്കട മാറിയിരിക്കുന്നു. ഇത്തവണ PK കൃഷ്ണദാസാണ് NDA-യുടെ സ്ഥാനാർത്ഥിയായി, BJP-യുടെ സ്ഥാനാർത്ഥിയായി കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ തട്ടകത്തിലിറങ്ങി. എന്തായിരുന്നാലും വലിയ പ്രവർത്തനങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ BJP-യുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനിയിലാണ് അല്പസമയം മുമ്പ് അമിത്ഷാ 10,000-കണക്കിന് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് BJP ഇത്തവണ തുടക്കം കുറിക്കുമെന്ന കൃത്യമായ ഒരു നിലപാട് തന്നെയാണ്, അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയിരിക്കുന്നത്. വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.